നമ്മളിവിടെ മോര് കാച്ചാൻ അറിയാൻ മേലാത്തവരൊന്നും അല്ല. പക്ഷെ എൻ്റെ കമന്റ് സെക്ഷൻ ഇപ്പൊ ഭരിക്കുന്നത് ദേശായി ഫാമിലിയാണ്. ഇനി അവിടുത്തെ ചട്ടിക്കും പാത്രത്തിനും മാത്രമേ ഉള്ളൂ അക്കൗണ്ടുകളില്ലാത്ത, ബാക്കി എല്ലാത്തിനും ഒരുവിധം അക്കൗണ്ടുകളായി കഴിഞ്ഞു. അമൃതനെ പോലുള്ള പെൺകുട്ടികളെ കാണുന്ന ഇപ്പൊ റയറാണ്. എല്ലാം ഈ വർഷനെ പോലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും എല്ലാവർക്കും. എല്ലാം എന്തെങ്കിലും ടിപ്സ് ഒക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു? ഇപ്പം ലളിതാമയാണെങ്കിൽ അല്ലെങ്കിൽ മഞ്ജുപിള്ളി ആണെങ്കിൽ എന്തെങ്കിലും ടിപ്സ് അഭിനയിക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ എന്റെ പ്രൊഫഷനെ തന്നെ കുറ്റം പറയാൻ ഇപ്പോഴത്തെ സീരിയലിലെ ഒരു ആവറേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 14-15 അതൊക്കെയാണ് ഏറ്റവും ടോപ്പ് സീരിയലിന് കിട്ടുന്നത്. അമ്മയെ അറിയില്ല, അച്ഛനെ അറിയില്ല, ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കുത്തി കയറ്റി കഴിഞ്ഞപ്പോൾ അതിന് പതിയെ റേറ്റിംഗ് കൂടാൻ തുടങ്ങി. നമ്മളെ വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവർക്ക് അതിനകത്തൊരു ആത്മസന്തോഷം കിട്ടുകയാണെങ്കിൽ ചെയ്യട്ടെ. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. ആരും പൊങ്കാലിടത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. 2014 ചന്ദനമഴ എന്നുള്ളൊരു സീരിയൽ വരും. 2024 വീണ്ടും ചന്ദനമഴയും അതിലെ ക്യാരക്ടേഴ്സും ഒക്കെ വീണ്ടും ഇൻസ്റ്റാഗ്രാമിലൂടെ വൈറലാവുകയാണ്. അതിലൊരു പ്രധാന കഥാപാത്രത്തെയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വർഷ, കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ഷാലു കുര്യൻ. ഓക്കെ, അപ്പം ആൾക്കാർക്ക് ഇപ്പോഴും വർഷയായിട്ട് കാണാനാണ് ഇഷ്ടം. ഇപ്പൊ എന്ത് തോന്നുന്നു? കാരണം 2014 ഒരു സീരിയൽ വരുന്നു, അത് അവിടെ അവസാനിക്കുന്നു. പക്ഷെ 2024 വീണ്ടും അത് വൈറലാകുന്നു. എന്താണ് പറയാനുള്ളത്? വേറെ ഒരു സീരിയലിലും ഇപ്പൊ കിട്ടുന്നുണ്ട്. ഒരു സീരിയലിനും കിട്ടാത്തൊരു ഭാഗ്യമാണ് 10 വർഷം മുമ്പ് തീർന്ന ഒരു സീരിയല്, 8 വർഷം മുമ്പ് തീർന്ന ഒരു സീരിയലിനെ വീണ്ടും അതേ ഒരു ഇമ്പാക്റ്റോട് കൂടി വീണ്ടും ഒന്നേന്ന് എപ്പിസോഡ് കാണാൻ പാകത്തിന്, ട്രോളേഴ്സ് ആണ് അതിന് ഹെൽപ്പ് ചെയ്തത്. അവര് ഒന്നേന്ന് എപ്പിസോഡ് കാണാൻ പാകത്തിന് എല്ലാ ആൾക്കാരും ഇങ്ങനെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പയർ ചെയ്തിട്ടൊക്കെ അങ്ങനെ ആക്കിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മളെ വീണ്ടും ലൈം ലൈറ്റ് നിർത്തി, വീണ്ടും അതേ ക്യാരക്ടറിന് ജീവൻ കൊടുക്കാൻ തക്കവണ്ണം നമ്മളെ ലൈം ലൈറ്റ് നിർത്തി എന്ന് പറഞ്ഞാൽ എന്തും ഭയങ്കര ഭാഗ്യമായിട്ടിരിക്കുന്നു. അതെ അതെ, കാരണം അതിലുള്ള അധികവും ഈ ട്രോളായി പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പം മോര് കാച്ചാൻ അറിയോ എന്നുള്ള ചോദ്യവും അതൊക്കെ വളരെ ഇതാണ്. അത് കുറെ ആൾക്കാർ വീണ്ടും ആ സെക്ഷൻ ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം മോര് കാച്ചലിന്റെ എങ്ങനെയായിരുന്നു ആ സമയത്ത്, ആ ഷൂട്ടിംഗ് സമയത്ത് അതൊക്കെ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിരുന്നത്? അതിനകത്തെ പല സീൻസും, പലതെന്നല്ല മെജോറിറ്റി സീൻസും ഒരു സമയം വരെയും, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഈ മലയാളി കരിച്ച രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു രീതിക്ക് അനുസരിച്ച് സീൻസ് വരാൻ തുടങ്ങിയത്. ആദ്യത്തെ കുറെ അധികം എപ്പിസോഡും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള സംഭവങ്ങളായിരുന്നു. അതിനിടയ്ക്കാണ് മറ്റേ ലാപ്ടോപ്പ് കഴുകുന്ന സംഭവം, അതൊക്കെ അവിടുത്തെ കണ്ടന്റുകളാണ്. ഞാൻ പറഞ്ഞ അവിടുത്തെ ഒരു രീതി നമ്മുടെ ഇവിടുത്തെ ജീവിത രീതി രണ്ടും രണ്ടാണ്. അത് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ സീരിയൽ അവിടുത്തേതായതുകൊണ്ട് അവിടുത്തെ കുറെ കണ്ടന്റുകൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിലുള്ളതാണ് ഈ താളിച്ചമൂരും സംഭവം. നമ്മളിവിടെ മോര് കാച്ചാൻ അറിയാൻ മേലാത്തവരൊന്നും അല്ല. പക്ഷെ അവിടുത്തെ അങ്ങനെയാണ് ആ സംഭവങ്ങളൊക്കെ ഇവിടെ വന്നത്. അന്ന് ഈ സീൻ ചെയ്യുമ്പോഴേ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ദൈവം ഇതൊക്കെ നമുക്കറിയാമല്ലോ, പിന്നെ എന്തിനാണ്? പക്ഷെ അതല്ല, അതുണ്ടായിരുന്നു, നമ്മളിവിടെ എടുത്തു എന്നുള്ളതാണ്. ഇപ്പം അവിടുന്ന് വന്ന തന്നെ ഈ കുറെ പൂജാ കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു മലയാളികൾ ഇത് ഇത്ര പെട്ടെന്ന് സ്വീകരിക്കുമോ? അതിന്റെ ഒക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അതിന്റെ പ്രൊഡ്യൂസർ ജയകുമാർ സാറിന്റെ അടുത്ത് ഇതേ സംശയം ഞാൻ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫാമിലിനെ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പം ആൾക്കാർക്ക് അത് കൂടുതൽ ഇവിടുത്തെ ഒരു ഫാമിലിയാണ് ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യും. ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ്, അവിടുന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ഒരു ഫാമിലിയാണ്. അവരുടെ ലൈഫിനകത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറിനകത്ത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡെയിലി പൂജകൾ, കാര്യങ്ങൾ, കുറെ അങ്ങനത്തെ സംഭവങ്ങളും അങ്ങനത്തെ ഡ്രസ്സിങ്ങും ഒക്കെ അങ്ങനത്തേതാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഫാമിലിയെ വെച്ചേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇതെല്ലാം ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മലയാളം ഡയലോഗ്സ് പറയുന്നില്ല, മലയാളം അറിയുന്ന നോർത്ത് ഇന്ത്യൻ ഫാമിലി, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നമുക്കിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇത് വൈറൽ ആയിരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ക്യാരക്ടേഴ്സിനുള്ള അക്കൗണ്ടുകളുണ്ട്. ഇപ്പൊ അമൃത ദേശായി മാത്രമല്ല, ഒത്തിരി അക്കൗണ്ട്. എനിക്ക് തന്നെ 3-4 അക്കൗണ്ട് ഉണ്ട്. വർഷ ദേശായി, വർഷ അഭിഷേക് ദേശായി, അങ്ങനെ. ഈ അക്കൗണ്ട് ഒക്കെ കാണുമ്പോൾ അതിൽ നിന്ന് കമന്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ? എന്റെ കമന്റ് സെക്ഷൻ ഇപ്പൊ ഭരിക്കുന്നത് ദേശായി ഫാമിലിയാണ്. ഞാനതൊക്കെ നോക്കി ഒന്ന് ആസ്വദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതിന് ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തു. അതിനകത്ത് ഞാൻ കേസരി ദേശായി, കേസരി അറിയാമല്ലോ, നമ്മുടെ സ്വീറ്റ് ഡിഷാണ്, അതിന് വരെ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അത് ഞാൻ ആ വീഡിയോ ഔട്ടായി കഴിഞ്ഞപ്പം പറയുന്നത്, എടാ കേസരി നീ ഫേമസ് ആയടാ. അപ്പൊ ഉടനെ നാഗരാജാവ് വരുന്നു, നാഗരാജാവ് ദേശായി, താളിച്ചമൂര് ദേശായി, ഇങ്ങനെ. ഇനി അവിടുത്തെ ചട്ടിക്കും പാത്രത്തിനും മാത്രമേ ഉള്ളൂ
അക്കൗണ്ടുകളില്ലാത്ത, ബാക്കി എല്ലാത്തിനും ഒരുവിധം അക്കൗണ്ടുകളായി കഴിഞ്ഞു. ഓക്കെ, എനിക്ക് തോന്നുന്നു വർഷ എന്നുള്ളൊരു ക്യാരക്ടറിനെ ആയിരിക്കും കൂടുതൽ മലയാളികൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പം വീണ്ടും ഇപ്പം അതേ ക്യാരക്ടറിൽ വെച്ചിട്ട് വീണ്ടും മലയാളികൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സീരിയൽ വിശേഷങ്ങളൊക്കെ അതെങ്ങനെയാണ് പോകുന്നത്? ഇപ്പം വർഷ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വില്ലത്തിയാണെങ്കിൽ കൂടി അതിലൊരു ചെറിയൊരു അതൊരു പ്രധാന പോയിന്റാണ്. കാരണം അമൃതയെ പോലുള്ളവരല്ല വേണ്ടത്, വർഷയെ പോലുള്ളവരാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള അതെ ഈ അതിലൊരു ഡയലോഗ് ഉണ്ട് തോന്നുന്നു, എന്റെ ഇഷ്ടങ്ങളല്ല മറ്റുള്ളവരുടെ ഭർത്താവിന്റെയും അവരുടെ അമ്മേന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ വർഷ പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ഇല്ല എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങനെ തന്നെയാണോ റിയൽ ലൈഫിലും? അമൃതനെ പോലുള്ള പെൺകുട്ടികളെ കാണുന്ന ഇപ്പൊ റയറാണ്. എല്ലാം ഈ വർഷനെ പോലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും എല്ലാവരും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്, സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തിയുള്ള സ്ത്രീകളാണ് മിക്കവരും. എല്ലാവരുടെയും മെജോറിറ്റി ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവർക്ക് എന്തായാലും ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ആരും അടിച്ചു താഴ്ത്താൻ ശ്രമിച്ചാലും അത് നോക്കിക്കൊണ്ട് ഒരു സ്ത്രീകളും നിൽക്കത്തില്ല എന്ന് പറഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ എവിടെയാണെങ്കിലും എനിക്ക് എന്റെ ഒരു ഒപ്പീനിയനുണ്ട്. അത് നമ്മുടെ ഫാമിലിയായിട്ട് ചേർന്ന് പോകുന്നതാണെങ്കിൽ അവർ ഉറപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ശരിയും തെറ്റും നമുക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത് അങ്ങനെ ശരിയാവത്തില്ല. പക്ഷെ മറ്റൊരാളുടെ ഒപ്പീനിയൻ നമ്മുടെ തല അടിച്ചേൽപ്പിക്കാൻ എന്റെ ഫാമിലി ആരും ശ്രമിക്കാറില്ല. നമ്മുടെ ഒപ്പീനിയനും കൂടെ കേൾക്കാനുള്ള ഒരു ക്ഷമ എല്ലാവരും കാണിക്കാറുണ്ട്. ഓക്കെ, ഈ സമയത്ത് തന്നെ ഉള്ളൊരു വേറൊരു സീരിയലായിരുന്നു തട്ടി മുട്ടി. അതെന്ന് പറയുമ്പോൾ ആണെങ്കിൽ അതിൻ്റെ ഒരു ജോണർ വേറെ തന്നെയാണ്, കംപ്ലീറ്റ് തമാശ. ഒരു റിയൽ ലൈഫ് മലയാളി കുടുംബത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ആ രീതിയിലാണ് അവിടെ പോയത്. എന്നാലും കോമഡി ചെയ്ത ഒരു ആളെ ശാലുകുര്യനെ വളരെ പെട്ടെന്ന് അവിടെ ഒരു സ്വീകാര്യത കിട്ടി. അവിടെയാണെങ്കിൽ അഭിനയിക്കുന്നത് ഇപ്പോൾ മഞ്ജുപിള്ളി ആണെങ്കിലും അതേപോലെ KPC ആണെങ്കിലും വലിയ ഒരു താരനിരയുടെ ഒക്കെ ആയിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് സത്യം പറഞ്ഞ ഒരു സീരിയലിന്റെ അല്ലെങ്കിൽ ഒരു സിറ്റ്കോം, ഞാൻ സിറ്റ്കോം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, തട്ടിയും മുട്ടിയും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോ ഒരു ഓൾറെഡി പോകുന്ന ഒരു പ്രൊജക്ടിന്റെ ഇടയ്ക്കൊന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ ഉള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ എപ്പോൾ വേണമെങ്കിലും തട്ടിക്കളയാം. എന്നുവെച്ചാൽ വേണ്ട, ആ ട്രാക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ വേണ്ട, അവോയ്ഡ് ചെയ്തിട്ട് കളയാം. അപ്പൊ നമുക്ക് അങ്ങനെ വലിയ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ ഒരു തോന്നല് അവിടെ വരും. എന്നാൽ ആദ്യം തൊട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവർ അവസാനം വരെ എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ സ്റ്റേബിൾ ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും. ലാസ്റ്റ് എപ്പിസോഡ് വരെയും സ്റ്റേബിൾ ആയിട്ടുണ്ടാവും. ഈ ഇടയ്ക്കൊന്ന് കയറുന്നവര് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും കാരണവശാൽ ആ ട്രാക്ക് മാറിപ്പോകും. കാരണം അവരവിടെ അത്യാവശ്യമല്ല. പക്ഷെ ഇത് ഞങ്ങളൊരു പേടി ഉണ്ടായിരുന്നു, അയ്യോ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒന്നാമത് എനിക്ക് കോമഡി വഴങ്ങത്തില്ല, ചെയ്യാൻ അറിയുന്ന ഒരാളല്ല, ആദ്യമായിട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഞാനിതൊരു ചെയ്തിട്ടില്ല, എന്നെ കൊണ്ട് പറ്റുമോ? പറഞ്ഞു നീ വന്നൊന്ന് നോക്ക് എന്ന് പറഞ്ഞ് മഞ്ജു ചേച്ചിയാണ് ആദ്യം എന്നെ വിളിക്കുന്നത്, മഞ്ജു പിള്ളയാണ് ആദ്യം, നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു സീരിയലാണ്. അതായത് ഞാൻ ജോയിൻ ചെയ്യുന്നതിന് 10 വർഷം മുമ്പ് തൊട്ട് ഈ സീരിയൽ ഉണ്ട്, അല്ല ഈ സിറ്റ്കോം ഉണ്ട്. അപ്പൊ 10 വർഷമായ ഒരു സംഭവം നമ്മുടെ ചെറുപ്പം തൊട്ട് നമ്മളിത് കാണുന്നു. നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാര് അതിന്റെ കണ്ടന്റുകളാണെങ്കിലും കേൾക്കാനും നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോ അത് ഇനി ഞാൻ ചെയ്തിട്ട് കൊള്ളത്തില്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിന് എന്തെങ്കിലും സംഭവിക്കുമോ, ഇതിന് റേറ്റിംഗ് ഇടിവ് സംഭവിക്കുമോ, ആൾക്കാർ ചീത്ത വിളിക്കുമോ, അങ്ങനെയൊക്കെ കുറേ സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പൊ നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു 1-2 എപ്പിസോഡ് ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന്റെ ഒരു ട്രാക്ക് പിടിക്കാൻ നമ്മൾ മനസ്സിലായിട്ടില്ല. ആദ്യമായിട്ടാണ് ഓൺ വോയിസ് എന്ന് വെച്ചാൽ ഓൺ ദ സ്പോട്ടില് നമുക്ക് ഡബിങ്ങും കാര്യങ്ങളും ഓൺ ദ സ്പോട്ടിലാണ്. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നത് തന്നെ റെക്കോർഡ് ചെയ്യാണ് എന്ന് പറഞ്ഞ പോലെയാണ് അവിടെയും സംഭവിക്കുന്നത്. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോഴത്തേനും അതിന്റെ മോഡുലേഷൻ കറക്റ്റ് ആയിരിക്കണം, ആ പറയുന്ന വാക്കുകൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, മറ്റേ ആളുടെ ഡയലോഗും നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. കാരണം ഇത് പ്രോംപ്റ്റിംഗ് ഇല്ല, നമ്മൾ സ്വന്തം പഠിച്ചിട്ട് നമുക്ക് വായി തോന്നുന്ന പോലെ സംസാരിക്കാം. കണ്ടന്റ് നിന്നുകൊണ്ട് നമുക്ക് ആ കണ്ടന്റ് നിന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. അത് ആ ഒരു കണ്ടന്റ് പോകരുതെന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ സംസാരിക്കണമെങ്കിൽ കുറച്ച് സെൻസ് വേണം, ഹ്യൂമർ സെൻസ് വേണം, അങ്ങനെ എല്ലാം നല്ല അലേർട്ടായിട്ട് എപ്പോഴും നിൽക്കണം. അപ്പൊ ആദ്യത്തെ 1-2 എപ്പിസോഡ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, 1-2 ആക്ച്വലി ആ ഒരു ഷെഡ്യൂൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് കാരണം എനിക്കിന്ന് ക്യാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവരെന്നെ ഒത്തിരി സഹിച്ചു. കാരണം അവർക്ക് ഞാൻ മതി എന്നുള്ള ഒരു ഇതായിരുന്നോണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. അവരെനിക്ക് വേണ്ടി ഒത്തിരി സപ്പോർട്ട് ചെയ്തു എല്ലാവരും. മഞ്ജു ചേച്ചി ആണെങ്കിലും ലളിതാമ്മയാണെങ്കിലും ഡയറക്ടർ മനോജ് സാറായിരുന്നു ഞാൻ ചെയ്തപ്പം. അദ്ദേഹം പിന്നെ സീല് പോയി, അത് കഴിഞ്ഞിട്ട് ഇപ്പം വേറെ മനോരമയിൽ ഒരു സീല് ചെയ്യുന്നുണ്ട് അദ്ദേഹം. അപ്പൊ അവരാണെങ്കിലും ബാക്കി ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. അവരൊത്തിരി ക്ഷമയോടുകൂടി എന്നെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഷെഡ്യൂളായപ്പോൾ ഓക്കെ എൻ്റെ ട്രാക്ക് മനസ്സിലായി എന്താ സംഭവം എന്നുള്ളതായി. പിന്നെ അവരുമായിട്ടൊക്കെ നല്ല കമ്പനി ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ക്യാമറ ഓൺ പറഞ്ഞാലും നമുക്ക് ആ ക്യാരക്ടേഴ്സായിട്ട് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റും.
ഓക്കെ. ആദ്യത്തെ ആ ഒരു പേടി മാറി കഴിഞ്ഞ് എന്താ ഏതാന്നുള്ള പേടി മാറി കഴിഞ്ഞപ്പം നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് സംസാരിക്കത്തില്ല, അതേപോലെ ഇങ്ങനെ അങ്ങ് സംസാരിക്കാൻ പറ്റും. അതൊക്കെ ഇത് ഡയലോഗ്സ് ആയിട്ട് തന്നെ പുറത്തു വരുള്ളൂ. എന്തെങ്കിലും ടിപ്സ് ഒക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു? ഇപ്പൊ ലളിതാമ്മയാണെങ്കിൽ അല്ലെങ്കിൽ മഞ്ജുപിള്ളി ആണെങ്കിൽ എന്തെങ്കിലും ടിപ്സ്? അഭിനയിക്കണ്ടെന്ന് പറഞ്ഞു. അഭിനയിക്കരുത്. ഇപ്പൊ നിനക്ക് ഈ പറഞ്ഞ ഇപ്പൊ കൈ ഇങ്ങനെ വെച്ച് സംസാരിക്കണം, അതിനകത്ത് അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. നിനക്ക് എങ്ങനെ തോന്നുന്നോ അത് എന്ത് വേണേലും പറഞ്ഞോ, വേറൊരാൾക്ക് ഫീൽ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ. പക്ഷെ അത് പുറത്തുള്ള പബ്ലിക്കിനെ ഹർട്ട് ചെയ്യുന്ന വാക്കുകൾ, ചില വാക്കുകളുണ്ട്, അതങ്ങനെ സംസാരിക്കരുത്. അത് കോൺഷ്യസ് ആയിരിക്കണം. അല്ലാതെ ഇപ്പൊ എന്ത് വേണമെങ്കിലും നിനക്ക് സംസാരിക്കാം. കണ്ടന്റിന്റെ വെളിയിൽ പോകരുത്, അത്രേ ഉള്ളൂ. നിനക്ക് എങ്ങനെ വേണമെങ്കിലും നിന്നോ ഇരുന്നോ വേണം, എന്ത് വേണമെങ്കിലും സംസാരിക്കാം. അപ്പൊ റെസ്ട്രിക്ഷൻസ് ഇല്ല. മറ്റേതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയ്യോ അങ്ങോട്ട് മാറരുത്, ഫ്രെയിം ഔട്ട് ഇങ്ങോട്ട് മാറരുത്, ഇങ്ങോട്ട് പോകല്ലേ, നമ്മൾ ഇങ്ങനെ അങ്ങനെ സംസാരിക്കണം. കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എന്നാലേ അവർക്ക് അത് ചെയ്യാൻ പറ്റും. ഇവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. 2-3 ക്യാമറകൾ കാണാം. അപ്പൊ ഏതെങ്കിലും ക്യാമറ നമുക്ക് കിട്ടിക്കോളും. സാധാരണ ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ കാണത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ലിമിറ്റേഷൻ ഉണ്ട്, ആ ഫ്രെയിമിന് ലിമിറ്റേഷൻ ഉണ്ട്. മറ്റേത് 2-3 ക്യാമറകൾ ഉള്ളപ്പോഴത്തേനും നമുക്ക് എങ്ങോട്ട് വേണേൽ നീങ്ങി ഓടി നടന്നിട്ട് സംസാരിക്കാൻ, ആരും അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അത് സുഖമാണ് അഭിനയിക്കാൻ. ഓക്കെ. അപ്പം ഈ രണ്ട് അഭിനയം കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻസ് ആണ്. സീരിയലിന്റെ ആണെങ്കിലും ഈ ഒരു തട്ടിമുട്ടി ആണെങ്കിലും സിനിമയിലേക്കുള്ള ഒരു രീതി എന്തായിരുന്നു? അപ്പം ചെറിയ ഒരു സ്കൂൾ കുട്ടി എന്നുള്ള രീതിയിലൊക്കെ, +2 സ്റ്റുഡന്റ് എന്നുള്ള രീതിയിലൊക്കെ ചില ശ്രീനിവാസൻ സാറിന്റെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷെ അങ്ങനെ വലിയ അറിയപ്പെടുന്ന ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പം വലിയ വ്യത്യാസം, ആ പ്രായത്തിലൊന്നും വ്യത്യാസം കണ്ടുപിടിക്കാൻ പാകത്തുള്ള ബുദ്ധി വളർച്ചയൊന്നും എനിക്കില്ല. ഇപ്പോഴല്ലേ കുറെ കൂടെ സീരിയസ് ആയിട്ട് കാണുന്നത്. അന്നത്തെ ഞാൻ ആ ചെയ്ത സിനിമാ കാലഘട്ടത്തിനേക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പം എന്നുള്ളത് ഇപ്പൊ അഭിനയിക്കുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴത്തെ എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അന്നത്തെ എന്ന് പറഞ്ഞാൽ അഭിനയിക്കും എന്നുള്ള എനിക്കെല്ലാം അഭിനയം ഒരുപോലെ ഉള്ളൂ എന്നുള്ള ഒരു ഫീലായിരുന്നു. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും എനിക്ക് എന്റെ എക്സ്പീരിയൻസ് തോന്നിയിട്ടില്ല. ഇപ്പൊ ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. ഓക്കെ. ഇതേപോലെ ഞാൻ കേട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, വെയിറ്റ് ലോസ് ജേർണി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു മൂവിയിലേക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് എപ്പോഴോ അങ്ങനെ. ഓക്കെ, എന്നാ അങ്ങനെ ഒരു കൂടി ഒരു ഇതുണ്ട്, അതും കൂടി എന്നാ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. ചന്ദനമഴയൊക്കെ ചെയ്യുമ്പോൾ തുടക്ക സമയത്ത് കുറച്ച് നമ്മുടെ ആ ഒരു പ്രായത്തിനനുസരിച്ചിട്ട് മെലിച്ചിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഓടി നടന്ന് അഭിനയിക്കുന്നു, നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരം ശ്രദ്ധിക്കാവുന്ന നേരങ്ങളില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഭക്ഷണം എവിടെ നിന്നെന്ന് വെച്ചാൽ അതൊക്കെ കഴിക്കുന്നത്, അങ്ങനെ കഴിച്ച് നന്നായിട്ട് വണ്ണം വെച്ചു. അപ്പൊ വണ്ണം എനിക്കൊരു വലിയ പ്രശ്നമായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാണുന്നൊരു ഞാൻ വണ്ണമാണെന്നൊക്കെ പറയുന്നു, ഓക്കെ ഫൈൻ, ഞാൻ കഴിച്ചുണ്ടാക്കിയതാണ് എന്നുള്ള രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഈ വണ്ണം ഒരു പ്രോബ്ലമായിട്ട് തോന്നിയത് എന്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ്. ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഓൾറെഡി നമുക്ക് വണ്ണമുണ്ട്, അതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ടുള്ള കുറച്ച് വണ്ണമുണ്ട്. നമ്മുടെ ഡെലിവറി സമയത്ത് അല്ലെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ടായ വണ്ണം, പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചുണ്ടാക്കിയ വണ്ണം, അതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പം മേലുവേദന എടുക്കാൻ തുടങ്ങി, ബാക്ക് പെയിനും മുട്ടുവേദനയും ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ കുഞ്ഞിനെ ഒന്ന് എടുക്കണമെങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ആ സമയത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ സമയമാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വേദനകൾ കൂടി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയി ശരിയാവത്തില്ല. അങ്ങനെയാണ് എനിക്ക് ഒരു ഡയറ്റീഷ്യനെ കിട്ടുന്നത്. കറക്റ്റ് സമയത്ത് ഒരു ഡയറ്റീഷ്യൻ എൻ്റെ അടുത്ത് വന്നു, മാം നമുക്ക് വെയിറ്റ് ലോസ് ജേർണി ചെയ്യാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ജെഫ്രിയ എന്നാണ് ഡയറ്റീഷ്യന്റെ പേര്. പുള്ളിക്കാരിയുടെ കൂടെ കൂടി പുള്ളിക്കാരി എനിക്ക് ഡയറ്റ് പറഞ്ഞു തന്നു, എക്സസൈസ്. ആ സമയത്ത് ലോക്ക്ഡൌൺ ആണ്, അപ്പൊ അവിടെ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് എക്സസൈസ് അയച്ചു തരുന്നു, എനിക്ക് ഓരോ ദിവസം വേണ്ട ഡയറ്റ് എങ്ങനെയാണെന്നുള്ളത് അയച്ചു തരുന്നു, ഓരോ ആഴ്ചയും മോണിറ്റർ ചെയ്യുന്നു, എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു, ഇങ്ങനെ പുറകെ ഇങ്ങനെ പുഷ് ചെയ്യാൻ ഒരാളുണ്ട് എപ്പോഴും. അങ്ങനെയാണ് ഫസ്റ്റ് വെയിറ്റ് ലോസ് ജേർണി സംഭവിക്കുന്നത്. പിന്നീട് കോൺസ്റ്റന്റ് ആയിട്ട് പുള്ളിക്കാരി തന്നെയാണ് ഇതുവരെയും എന്റെ ഡയറ്റീഷ്യൻ. ഓക്കെ ഓക്കെ. ഈ വെയിറ്റ് ഉള്ള ടൈമിൽ തന്നെയായിരുന്നു ഈ അക്ഷരത്തെറ്റ് എന്ന് പറയുന്ന ഒരു സീരിയൽ. അത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയത്ത് തന്നെയല്ലായിരുന്നു അവാർഡും കൂടി കിട്ടിയത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും? അത് ജയകുമാർ സാർ തന്നെയാണ് അതിന്റെ പ്രൊഡ്യൂസർ. അപ്പം സാറാണ് എന്നെ നേരിട്ട് വിളിക്കുന്നത്. അതായത് ഈ ക്യാരക്ടറിനെ ഞാൻ ജോയിൻ ചെയ്യേണ്ടതിന്റെ തലേന്നിന്റെ തലേദിവസം ആണ് എന്നെ രാത്രി സാർ വിളിച്ചിട്ട്, ഇങ്ങനെ ഒരു സീരിയൽ ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പൊ നിനക്ക് വന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ, ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, അപ്പൊ നിന്റെ ആണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത്, അപ്പൊ നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു പിന്നെ എന്താ ചെയ്യാം. ജയകുമാർ സാറിനോട് നമുക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, സാറിന്റെ സീരിയലിൽ ജോയിൻ ചെയ്ത ശേഷമാണ് അതിനകത്ത് എല്ലാവരും, ഇപ്പൊ ഞാനാണെങ്കിലും ഈ പറയുന്ന രൂപ ചേച്ചി ആണെങ്കിലും, ഞങ്ങൾക്കൊക്കെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ലേബൽ, ആർട്ടിസ്റ്റ് എന്ന ലേബൽ എന്നല്ല അതിന് പറയണത്, എന്നെ പറയും നമ്മുടെ ലൈഫിലെ കരിയർ എന്നുള്ള ഭയങ്കര ഗ്രാഫ് വലുതാക്കി തന്നത്
ജയകുമാർ സാറിന്റെ വർക്ക് ചെയ്യാൻ ചന്ദനമഴ ചെയ്തതിന് ശേഷം എല്ലാവരുടെയും കരിയർ ഗ്രാഫ് ഭയങ്കരമായിട്ട് മേലോട്ട്. അതുകൊണ്ട് സാറിനോട് നമുക്കൊരു ഇഷ്ടം, ഒരു കമ്മിറ്റ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സാറ് വിളിച്ചപ്പോൾ പിന്നെ സാർ ചെയ്യാലോ, ബാക്കി ആരും സംസാരിച്ചിട്ട് നമ്മൾ ആദ്യം എന്തുകൊണ്ട് പേയ്മെന്റ് അല്ലെ, എങ്ങനെയാണ് സാർ, എന്താണ് ക്യാരക്ടർ, ഇതെല്ലാം നമ്മൾ കൃത്യമായി അന്വേഷിച്ച ശേഷം മാത്രമേ നമ്മൾ ജോയിൻ ചെയ്യൂ. പക്ഷെ ജയകുമാർ സാറിന്റെ അടുത്ത് മാത്രം നമ്മളത് ചെയ്യില്ല, നമ്മൾ ആരും അത് ചെയ്യത്തില്ല. കാരണം സാറ് നമുക്കൊരു ക്യാരക്ടർ തരിക എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഇല്ല, സാർ അത് തരത്തില്ല. പിന്നെ പേയ്മെന്റ് അത് നമ്മൾ ചോദിക്കേണ്ട, സാറ് കണ്ടു ചെയ്യും, നമ്മൾ ചോദിക്കുകയേ വേണ്ട. അത്ര നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സാർ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെയ്യാം. അപ്പൊ പറഞ്ഞു അപ്പൊ നീ നാളെ വരേണ്ടി വരും, മറ്റന്നാളാണ് ഷൂട്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സാർ, ഇതിപ്പം പെട്ടെന്ന് ഡ്രസ്സ് കോസ്റ്റ്യൂം എന്നെ കൊണ്ട് ഇപ്പം എടുക്കാൻ നിവൃത്തിയില്ല, കാരണം ഇപ്പൊ ഇതിപ്പോ രാത്രി ആയില്ലേ, നാളെ ഇനി വരണമെന്ന് കോസ്റ്റ്യൂം ഒന്നും പർച്ചേസ് ചെയ്യാൻ സമയമില്ല. അപ്പൊ അത് അവിടെ എന്താന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യേണ്ടി വരും, അത് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല സാർ, ഞാൻ വേണ്ടത് രാവിലെ കാറിന് വന്നാൽ പോരെ, ഇവിടെ 7 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പൊ സാർ ചെങ്ങോട്ട്, ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രത്തല്ലേ ഷൂട്ട്. അല്ല ചെന്നൈക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ചെന്നൈയിലോ, അയ്യോ എനിക്കറിയത്തില്ലായിരുന്നു. അല്ല ഇത് ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചാൽ എനിക്ക് വരാൻ താല്പര്യമുണ്ടോ. ഞാൻ പറഞ്ഞു അയ്യോ സാറേ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ കുഴപ്പമില്ലെങ്കിൽ ചെയ്തതിന് കുഴപ്പമില്ല, പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എന്തോ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല സാറേ, എനിക്ക് 10 മിനിറ്റ് വരുമോ എന്ന് ചോദിച്ചു. പിന്നെ അന്ന് കുട്ടികളൊന്നുമില്ല. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചു എന്താ ചെയ്യേണ്ടായിരുന്നു. അപ്പൊ ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചെയ്യണം. അപ്പൊ നമുക്ക് അതായത് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ എടുത്തു പിടിച്ചോ എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല, നമ്മളൊരു ഫാമിലി നടത്തിക്കൊണ്ട് പോകണല്ലോ. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല, നമുക്ക് പോവാം എന്നും പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് ചെന്നൈക്ക് പോകുന്നത്. അങ്ങനെ വർക്ക് ചെയ്തു 2-3 ഷെഡ്യൂൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൺസീവായി. അത് കഴിഞ്ഞപ്പോഴത്തേന് അതായത് അത് 2 സീരിയലായിരുന്നു, അക്ഷരത്തെറ്റും അല്ലല്ല സൂര്യ, ഇതിന്റെ സാറിന് തന്നെ വേറെ സീരിയലും നടക്കുന്നുണ്ടായിരുന്നു ഒരേ സമയം. ഈ 2 സീരിയലും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു സീരിയലായിട്ട് പോകുന്നത്, അങ്ങനത്തെ എന്തോ ഒരു പരീക്ഷണാർത്ഥമായി ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു. വലിയ സക്സസ് ഒന്നും അല്ലായിരുന്നു, 2 വലിയ സക്സസ് അല്ലായിരുന്നു. അപ്പൊ ഞാൻ അക്ഷരത്തെറ്റ് എന്ന് പറഞ്ഞ സീരിയലിന്റെ ഭാഗമായിരുന്നു. അത് 2-3 ഷെഡ്യൂൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ലോക്ക്ഡൌൺ ആയി. പിന്നെ അതിനകത്ത് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ സാർ ഇത് 2 സീരിയൽ ക്ലബ് ചെയ്തിട്ട് ഒരു സീരിയലാക്കി അങ്ങനെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ കുറച്ച് എപ്പിസോഡ്സ് ചെയ്തു. കുറച്ച് എപ്പിസോഡ്സ് 2-3 ഷെഡ്യൂൾസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ആ ഒരു കുറച്ച് എപ്പിസോഡ്സ് ആണ് സാർ ഇത് മറ്റേ കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കുന്നതും അങ്ങനെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതും. എന്റെ മാതാവ് എന്നുള്ള ഒരു സീരിയലിലും കൂടി അവാർഡ് അല്ല, അതിന് അവാർഡല്ല കിട്ടിയത്. അത് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ ആണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വന്നത്. അതായത് സെപ്റ്റംബർ 1 അനൗൺസ് ചെയ്യുന്നത്. അന്നാണ് ഞാൻ എന്റെ മാതാവ് ജോയിൻ ചെയ്യുന്നത്. അപ്പം അവര് പറഞ്ഞത് ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള സംഭവമാണ്. മാതാവിന്റെ പേരിലുള്ള ഒരു സീരിയല് ജോയിൻ ചെയ്തപ്പോ തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ലേ, അതേ മന്ത് തന്നെയാണ് ഞാൻ കൺസീവ് ആവും. അപ്പൊ ഇരട്ടി സന്തോഷമായിരുന്നു. ഇനി ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ പ്രൊജക്ട് ഇപ്പം മഴവിൽ മനോരമയില് ഒരു സീരിയല് ചെയ്ത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വില്ലന്റെ ക്യാരക്ടറാണ്. അപ്പം അതാണിപ്പം ഉള്ളൊരു വിശേഷം എന്ന് പറയുന്നത്. പണ്ടത്തെ പോലെ ഓടി നടന്നിപ്പോ ചെയ്യുന്നില്ല. കുട്ടികളും കൂടെ ഉള്ളത് കൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കരിയർ വിടാനും പറ്റത്തില്ല. അതുകൊണ്ട് തൽക്കാലം ഒരു സീരിയൽ എന്നുള്ള രീതിയിൽ. ഇപ്പം കുറെ വർഷമായിട്ട് സീരിയൽ രംഗത്തുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ സീരിയലും ഇപ്പോഴത്തെ സീരിയലും തമ്മിലുള്ള ഇപ്പം നമുക്ക് ആൾക്കാരുടെ അടുത്തു നിന്ന് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ്, അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ടാണെങ്കിലും ഏഷ്യാനെറ്റിലും ഇപ്പോൾ ചന്ദ്രമഴയാണെങ്കിലും അതിന് കിട്ടിയൊരു സ്വീകാര്യത ഇപ്പോൾ മറ്റ് സീരിയലുകൾക്ക് കിട്ടുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ്? എനിക്ക് അന്ന് ചന്ദനമഴയുടെ സമയത്ത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്രയ്ക്ക് ഇതില്ലായിരുന്നു, OTT പ്ലാറ്റ്ഫോംസ് ഇല്ലായിരുന്നു. അത് OTT പ്ലാറ്റ്ഫോം ഒക്കെ വരുന്നത് നമ്മുടെ ഈ ലോക്ക്ഡൌണിന്റെ ആ ഒരു ഇതിന് ശേഷമാണ്. അപ്പോൾ ചന്ദനമഴയുടെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ആ സീരിയലിൽ കിട്ടിയ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 25-26 പോയിന്റ് ഒക്കെയാണ് റേറ്റിംഗ്. ഒരാഴ്ചത്തെ റേറ്റിംഗ് കിട്ടുന്നത് തന്നെ 25-26, 29-30 ഒക്കെ ടച്ച് ചെയ്തിട്ടുണ്ട് ചില ആഴ്ചകളൊക്കെ. എന്നാലും ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ 25-30 വരെ, അതാണ് അതിന്റെ ഒരു ആവറേജ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സീരിയലിലെ ഒരു ആവറേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 14-15, അതൊക്കെയാണ് ഏറ്റവും ടോപ്പ് സീരിയലിന് കിട്ടുന്നത്. ഈ 14-15 എന്ന് പറയുന്നത് ഞങ്ങളുടെ ചന്ദ്രമഴ ചെയ്യുന്ന സമയത്ത് ഈ 14-15 എന്ന് പറയുന്നത് 5ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്തോ നിന്നിരുന്ന ഒരു സീരിയലിന് കിട്ടുന്ന റേറ്റിംഗ് ആണ്. അന്ന് സീരിയൽ അപ്പൊ അത്രയും ആൾക്കാർ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒന്നും അത്രയില്ല. അന്ന് ആകെപ്പാടെ ഒരു FB ഉണ്ടായിരുന്നു, ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTT പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ സീരിയലിനോടുള്ള ഒരു അന്ന് അത്ര ആൾക്കാർ കാണുന്ന അത്രയും ആൾക്കാർ ഇപ്പം സീരിയൽസ് കാണുന്നില്ല.
OTT-യിലേക്കൊക്കെ മാറി. അവർക്ക് വെബ് സീരീസ് ഉണ്ട്, സിനിമകൾ വരുന്നു, അതിലേക്ക് എന്റർടൈൻമെന്റ് പോയി. പിന്നെയും എനിക്ക് തോന്നുന്നു സീരിയൽസ് ഒക്കെ കാണുന്നത് നമ്മുടെ ഈ അമ്മമാരൊക്കെ തന്നെയാണ് പിന്നെയും സീരിയൽസ് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ. ഈ ടെലിവിഷൻ അവാർഡ് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇതിൻ്റെ ജൂറിയിൽ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മികച്ച സീരിയലായിട്ട് അവാർഡ് കൊടുക്കാൻ ഒരു സീരിയലും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന്. ആ ഒരു രീതിയിലേക്ക് സീരിയൽ താഴ്ന്നു പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഞാൻ എന്റെ പ്രൊഫഷനെ തന്നെ കുറ്റം പറഞ്ഞിരിക്കും. ആക്ച്വലി വ്യൂവർ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആകാം. നമ്മളിപ്പോ തട്ടിയും മുട്ടിയും എന്ന് പറയുന്ന കഴിയുമ്പോഴത്തേനും ആൾക്കാർക്ക് കാണാനുള്ള ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒന്ന് കോമഡി ആണ് മെയിൻ സംഭവം, രണ്ട് നമ്മുടെ വീട്ടിൽ സംസാരിക്കണം പോലെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അതിന്റെ ആ ഒരു മേക്കിംഗ് ആണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതേപോലെ പക്ഷെ സീരിയൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് തന്നെ ഞങ്ങളുടെ ഒരു മീറ്റിംഗിൽ ഇരുന്നിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് അവർ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് സീരിയൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പക്ഷെ അതേ സ്ഥാനത്ത് സാധാരണ സീരിയലിന് വേണ്ടുന്ന ഈ കണ്ടന്റുകൾ കുത്തിക്കയറ്റിയപ്പോൾ ലൈക്ക് അങ്ങനെയുള്ള അമ്മയെ അറിയില്ല, അച്ഛനെ അറിയില്ല, ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കുത്തിക്കയറ്റി കഴിഞ്ഞപ്പോൾ അതിന് പതിയെ റേറ്റിംഗ് കൂടാൻ തുടങ്ങി. നമ്മുടെയൊക്കെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ റേറ്റിംഗ് കൂടിയാണെങ്കിൽ സീരിയൽ പോകുള്ളൂ. നമ്മളൊക്കെ നമ്മുടെ പ്രൊഫഷൻ അതാണ്. അപ്പോ അങ്ങനെ പോയെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പൊ അത് ആൾക്കാരും അതിന് ഒരു കാരണമാണെന്ന് വേണ്ടി ഞാൻ പറയാം. ഓഡിയൻസും അതിനൊരു റീസൺ ആണ്. അവർക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് കാണാൻ താല്പര്യമുള്ളതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ നല്ല രീതിയിൽ തുടങ്ങി പൊക്കോണ്ടിരുന്ന ഒരു സംഭവത്തിന് റേറ്റിംഗേ ഇല്ല. ആ സീരിയൽ നിർത്തേണ്ട അവസ്ഥ വന്നപ്പോഴാണ് ഇങ്ങനത്തെ മസാലാസ് ഒക്കെ ആഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കയറിയത്. എല്ലാ ആൾക്കാരെയും കുറ്റം പറയുന്നതല്ല, ഞാൻ പറഞ്ഞ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നാറുണ്ട് വ്യൂവേഴ്സ്, ഒരു വ്യൂവർ എന്ന നിലയിൽ എനിക്ക് തോന്നാറുണ്ട് കുറച്ചൊക്കെ റിയലിസ്റ്റിക് ആയിരുന്നെങ്കിൽ ഇത് രസമായിരുന്നു. നമ്മുടെ വീട് ഇതേ കണ്ടന്റ് തന്നെ കുറച്ച് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലും അല്ലെങ്കിൽ ഒക്കെ ഒരു കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ഒക്കെ എടുത്തിരുന്നെങ്കിൽ രസമായിരുന്നു. അത് എന്റെ കാഴ്ചപ്പാടാണ്. എല്ലാവർക്കും അത് ദഹിക്കണം എന്നില്ല. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞാണത്. പക്ഷെ അങ്ങനെയുള്ള ഈ തട്ടിമുട്ടിയും പോലുള്ളത് മാത്രമേ ഒരു പക്ഷെ ആൾക്കാർക്ക് രസിക്കുള്ളായിരിക്കും, എനിക്കറിയില്ല. അത് ഈ സാധാരണ രീതിയിൽ സംസാരിച്ചു പോകുന്ന അങ്ങനെയുള്ള ഒരു കണ്ടന്റ് ആണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് രസിക്കുള്ളായിരിക്കും, എനിക്കറിയില്ല. എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. ആരും പൊങ്കാലിടുന്നത് എന്റെ മാത്രം അഭിപ്രായമാണ്. ഓക്കെ. ഞാൻ ഈ റീസെൻ്റായിട്ട് ഇപ്പം ഒരു ഓൺലൈൻ മീഡിയാസിൻ്റെ അധികവും ഇപ്പം നമുക്കറിയാം ഒരു വിഭാഗം ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ അതിലുള്ള തമ്പ് കണ്ടിട്ടുള്ള മരിച്ചവർ എന്നുള്ളതിൽ ശാലു കുര്യൻ്റെ ഒരു ഫോട്ടോയും കൂടിയും ഇന്നിപ്പോൾ റീസെൻ്റായിട്ട് കണ്ടതാണ്. അത്തരം രീതികൾ ചെയ്യുന്നവരോട് എന്താണ് പറയാനുള്ളത്? കാരണം നമ്മളെ വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ ഒരു അവർക്ക് അതിനകത്തൊരു ആത്മസന്തോഷം കിട്ടുകയാണെങ്കിൽ ചെയ്യട്ടെ. കാരണം ഈ യൂട്യൂബ് എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ ആണല്ലോ. എന്തായാലും എല്ലാവർക്കും മോണിറ്റൈസേഷൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇവരെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ചെറുകിട ആൾക്കാരൊക്കെ നിപ്പി കൂണ് പോലെയാണ് ഇഷ്ടംപോലെ ചാനൽസ് ഉള്ളത്. അപ്പൊ അവർ ഈ ഇപ്പൊ എന്റെ ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു, എന്റെ ഫോട്ടോ വെച്ച് തമ്മയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്നെ മാത്രമല്ല ഇപ്പൊ ജീവിച്ചിരിക്കുന്ന വേറെ ആൾക്കാരാണ്. ഒരാളുടെ മാത്രമേ ഉള്ളൂ, ശരത്ത് മാത്രമേ ഉള്ളൂ അതിന്റെ മരിച്ച ആളായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ജീവിച്ചിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഇത് കണ്ടാലല്ലേ ആൾക്കാർ നോക്കുകയുള്ളൂ, കാണുകയുള്ളൂ. അങ്ങനെ കണ്ടാലല്ലേ വ്യൂസ് കൂടുതൽ കിട്ടുള്ളൂ, ഇവർക്ക് പൈസയും കിട്ടുള്ളൂ, യൂട്യൂബിൽ നിന്ന് പൈസയും കിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് എന്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഇവർക്ക് അരി മേടിക്കാൻ പറ്റുന്നെങ്കിൽ അല്ലെ പൈസ കിട്ടുന്നെങ്കിൽ അവരുടെ വീട്ടില് ഒരു മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ മരുന്ന് മേടിക്കാൻ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ, ഇതിനൊക്കെ ആ പൈസ ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ, നല്ല സന്തോഷം. നിങ്ങൾ ഇനിയും ചെയ്ത് കുഴപ്പമില്ല, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. എനിക്കത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കാൻ വന്ന വേറൊരു കാര്യം, ആരാധകരുടെ അല്ലെങ്കിൽ ഫാൻസിൻ്റെ ഒരു കാര്യം കൂടി ചോദിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് മെസ്സേജസ് എന്തായാലും വന്നിട്ടുണ്ടാവും. അവരിൽ അധികവും ഈ വർഷ എന്ന ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അവരുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഒരുപാട് പേർക്ക് ഇപ്പോഴും എനിക്കല്ല അന്ധമായി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എന്നെ എന്നല്ല പറയുന്നത്, സീരിയലിനെ ചന്ദ്രമഴയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്നോട് ക്ഷമ ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്നേന്ന് എപ്പിസോഡ്, ഈവൻ സാധാരണ ആൾക്കാർ മാത്രമല്ല ആർട്ടിസ്റ്റുകൾ പോലും ഒന്നേന്ന് എപ്പിസോഡ് കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എനിക്കറിയാം. ഇത് കണ്ട് റീൽ കണ്ട് അഡിക്ഷൻ ആയിട്ട് ഒന്നേന്ന് എപ്പിസോഡ് യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ നിന്നും എടുത്തിരുന്ന് കണ്ട് അതിങ്ങനെ അഡിക്ഷൻ പോലെ ഇരുന്ന് കാണുന്ന ആർട്ടിസ്റ്റുകളെ എനിക്കറിയാം. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ റീസെന്റ് ആയിട്ട് ഒരു കുട്ടി, വിഷ്ണു എന്നാണ് അവന്റെ പേര്, അവന് ബ്ലൈൻഡ് ആണ്. അവന് ഈ ചന്ദനമഴ എന്നുള്ള, ചന്ദനമഴ എന്നല്ല ഏതൊരു സീരിയലിനെയും അഡിക്റ്റഡ് ആണ്. അവന്റെ എന്റർടൈൻമെന്റ് ചിലപ്പോൾ അതായിരിക്കും. അവനത് എന്നെ ഒരു പ്രാവശ്യം കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ചേച്ചി എൻ്റെ പേര് ഇതാണ്, ഞാൻ ബ്ലൈൻഡ് ആണ്, ഞാൻ എല്ലാ സീരിയൽസും കാണാറുണ്ട്, എൻ്റെ രീതിയിൽ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ചേച്ചി ഒരു സീൻ എൻ്റെ അടുത്ത് പറയും, ഈ സീൻ ആകുമ്പോൾ കൂടി ഇങ്ങനെ ഓർക്കുന്നില്ല, ഏതോ ഒരു സീൻ പറഞ്ഞിട്ട് ഈ സീൻ ചേച്ചിക്ക് അറിയാം.
എനിക്ക് ഓർമ്മയുണ്ട്, എവിടെയോ ഓർമ്മയുണ്ട്, എത്ര കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല. എന്നാൽ ആ സീനിന്റെ നമ്പർ പറയുന്നു, എത്രാമത്തെ സീനാന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഏതോ ഒരു ഇതുപോലെ സീന്, ഇതൊന്നും എനിക്ക് ഓർമ്മയേ ഇല്ല, ഞാൻ ചെയ്തായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. ഈ കുട്ടി ഇത് കൃത്യമായിട്ട് വിത്ത് സീൻ നമ്പറും എപ്പിസോഡും എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പൊ അത്ര അഡിക്ഷൻ ആയിട്ട് ആൾക്കാർ ഇരുന്ന് കാണുന്ന ആൾക്കാരുണ്ട്. അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മളെ അംഗീകരിക്കുന്നു, നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ടൈം ഇനിയും വരട്ടെ, ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. എന്തായാലും കുറെ കാലം കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് മനസ്സിലായി അമൃതയല്ല വർഷയായിരുന്നു വേണ്ടത് എന്നുള്ളത്. അതിലേക്ക് ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്.